അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു മുത്താറി മണ്ണി എന്ന് പറയും, നമ്മുടെ നാട്ടിലല്ല, അതാണ് മുത്താറി മണ്ണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 150 ഗ്രാമോളം റാഗിപ്പൊടി, മുത്താറിപ്പൊടി, 1 കപ്പ് പഞ്ചസാര, ഒരു വലിയ ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ്, 4 ഏലയ്ക്ക്, ഏലത്തരി എന്ന് പറയും. പിന്നെ വേണ്ടത് പാല്, ഒരു 4 ടീസ്പൂണോളം നെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂണ് വലിയ സ്പൂണ് കടലപ്പൊടി, കടല എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് വെന്താൽ മതി. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിലിട്ടാൽ അതിൽ നിന്ന് പോകും. അത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ റാഗിപ്പൊടി ഒന്ന് വെള്ളം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 150 ഗ്രാം റാഗിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു 1.5 ലിറ്റർ ആക്കും, എന്നാലേ അത് നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് വലിയൊരു ഗ്ലാസ് പാൽ ഒഴിച്ചു. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. അപ്പോൾ ഒട്ടാകെ 1.5 ലിറ്റർ വെള്ളമാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ അരിച്ചെടുക്കണം. ഇതാ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു തോർത്ത് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അത് കെട്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മേലെ കെട്ടി നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു അരിപ്പയിൽ വെച്ചിട്ടാണ് അരിക്കുന്നത്. 2 പ്രാവശ്യം അരിക്കണം. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ പോയിട്ട് നല്ല ക്ലിയറായിട്ട് കിട്ടും. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ അത് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നുണ്ട്. ഇതാ 2-3 പ്രാവശ്യം അരിച്ച പാലും വെള്ളവും മുത്താറിൻ്റെ പൊടിയാണ്. അതിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് ഇത്രയാണ്, 150 ഗ്രാമെന്ന്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റാക്കി എടുക്കാം. അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ റോസ്റ്റാക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും കടല മാത്രം ഇട്ടിട്ട് ഈ മണ്ണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉള്ളതുകൊണ്ട്, എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് ഇടുന്നുണ്ട്. ഇപ്പോൾ 3 ടീസ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക. എന്നിട്ട് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം അതേ നെയ്യിൽ തന്നെയാണ് ഈ പാലും വെള്ളം, മുത്താറിപ്പൊടിൻ്റെ വെള്ളമെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളത് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. ഇത് റോസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് അതേ നെയ്യിൽ തന്നെയാണ് ഞങ്ങൾ പാലെല്ലാം ഒഴിക്കുന്നത്. ഇപ്പോൾ റോസ്റ്റായി അത് കോരിയെടുത്തിട്ട് അതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ഈ റെഡിയാക്കി വെച്ച വെള്ളവും പാലും റാഗിപ്പൊടിയെല്ലാം കൂടി ചേർക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ചെറുതാക്കണം തീ. പിന്നെ ചെറിയ തീയിൽ കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിതാ 150 ഗ്രാമിന് 150 ഗ്രാം പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം ജാസ്തി വേണമെങ്കിൽ കുറച്ച് മധുരം കൂട്ടിയിടാം. ഇനി അതിലേക്ക് 4 ഏലക്ക പൊടിച്ചിടണം. പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാൽ മതി. ഞാനിപ്പോൾ പൊടിച്ചിട്ടാണ് ഇടുന്നത്. ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. ഞാനിത് കറണ്ട് അടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 2000 സ്പീഡിലങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കുറുകി വരും. അപ്പം നമ്മൾ പെട്ടെന്ന് ചെറുതാക്കി കൊടുക്കണം ഫ്ലെയിം. അപ്പോൾ ഇതാ കടലയും കൂടി അതിലിട്ടിട്ടുണ്ട്. ഇതിന് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു മാവ് ഒന്ന് അരിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ നമുക്ക്, എക്സ്ട്രാ പണി. പിന്നെ ഇത് ഒരു 20 മിനിറ്റ് വെന്ത് കിട്ടണം, കുറുകി കിട്ടണം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കാനുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്നും കൂടി കുറുകി വരട്ടെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം,
ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്തും. കുറച്ച് നേരം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇതിന് ആവശ്യമുണ്ട്. ഇതാ കുറുകി വന്ന് ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് എണ്ണ തടവി വെക്കാനുണ്ട്. ഞാൻ മറന്നുപോയി. ഇത് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒരു പ്ലേറ്റിൽ നമുക്ക് എണ്ണ തടവി വെക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം. നിങ്ങൾ ഗ്യാസിലാണ് വെക്കുന്നെങ്കിൽ വളരെ കുറച്ചിടണം. ഇത് കറണ്ട് അടുപ്പാകുമ്പോൾ നമുക്ക് 200 പോലും വെച്ചിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം തിരിയാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളൊരു പ്ലേറ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ട് നമുക്കത് ഫുള്ള് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് വയ്ക്കാം. ഇനി നമുക്കത് റൂമിൽ വെച്ചാലും മതി, ഗ്യാസിലൊന്നും വെക്കേണ്ട ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂമിൽ തന്നെ വെച്ചാലും അത് വിട്ട് കിട്ടും. നല്ല കേക്ക് പോലെ ആയി കിട്ടും, നല്ല സ്മൂത്തായിട്ടുള്ള സാധനം. അപ്പോൾ ഇതാ കുറുകി വരുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല തടിക്ക് തണുപ്പ് കിട്ടുന്ന സാധനമാണിത്. മുത്താറി എന്ന് പറയുന്ന സാധനം തടിക്ക് നല്ല തണുപ്പുണ്ടാവും ഈ ചൂട് കാലത്തെല്ലാം. അപ്പോൾ ഇവിടെ ദുബായിൽ നല്ല ചൂടാണ്. അപ്പോൾ അവൾക്കൊന്ന് തണുപ്പായി കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ചും കൂടി ആയതിൻ്റെ ശേഷം ഇതാ മാറ്റിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും.